വെൽക്കം ടു എഡ്യൂസ്കിൽസ്. എല്ലാവർക്കും എൻ്റെ പേര് ആര്യ ആനന്ദ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എഡ്യൂസ്കിലിലെ ഒരു അഡ്മിൻ മെമ്പറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് എ ആണ്. ഓക്കെ, നമ്മുടെ ഒരു സബ് ടെസ്റ്റിലെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം. OET 2.0 ഓക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് സബ് ടെസ്റ്റ് റീഡിംഗ് പാർട്ട് എ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇതിപ്പോൾ നമ്മുടെ റീഡിംഗ് പാർട്ട് എയുടെ 4ാമത്തെ സെഷനാണ്, മലയാളത്തിലുള്ള 2ാമത്തെ സെഷനാണ് പുതിയ ബാച്ചിനുള്ള. അപ്പോൾ ഇവിടെ റീഡിംഗ് പാർട്ട് എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 ടെക്സ്റ്റ് ഉണ്ട്. A to D, ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി ഇങ്ങനെ ഉണ്ടാവും. ഒരു തീമായിരിക്കും. ഇതിനൊരു ഓരോ ടെക്സ്റ്റിനും ഓരോ ഫോക്കസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 15 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് അല്ലെങ്കിൽ എനിമി എന്ന് പറയുന്നത് സമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് സമയമാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നല്ല, ശരിക്കും സമയമാണ്. പക്ഷേ നിങ്ങൾ കോമ്പിറ്റന്റ് ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല അവിടെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എക്സ്പീഡിഷ്യസ് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് റീഡിംഗ്. പെട്ടെന്ന് വായിച്ചു പോവാം, നമ്മൾ ഇങ്ങനെ ഓടിച്ച് വായിച്ചു പോവാം. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എന്താണ്? 20 ഔട്ട് ഓഫ് 20 ആണ്. 18 അല്ല, 20 ഔട്ട് ഓഫ് 20 ആണ്. ആൻഡ് റീഡിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ 4 സബ് ടെസ്റ്റിനും നിങ്ങൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് 450 അല്ലെങ്കിൽ A ഗ്രേഡ് ആണ് എയിം ചെയ്യേണ്ടത്. ബി എയിം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, നിങ്ങൾ 350 കറക്റ്റ് 350 അങ്ങനെ എയിം ചെയ്യും. ഓക്കെ, അങ്ങനെ കറക്റ്റ് 350 എയിം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 320 330 ഒക്കെ ആകുമ്പോൾ നിന്ന് പോകും. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം 15 മിനിറ്റ് ആണുള്ളത്. കോപ്പി ആൻഡ് പേസ്റ്റ് ദി ആൻസേഴ്സ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ ആൻസർ കോപ്പി ആൻഡ് പേസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുക. ഓക്കെ, ഇനി ഡു നോട്ട് റിപ്പീറ്റ് അൺനെസസറി വേർഡ്സ് ഓർ സെന്റൻസ്. അതായത് ചില സമയത്ത് ഒരു ആ വാക്ക് അവിടെ എഴുതേണ്ട ആവശ്യം ഇല്ലായിരിക്കും. ഓക്കെ, ഓൾറെഡി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ അത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ വാക്കിന്റെ ആവശ്യം ആൻസറിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് സ്റ്റക്ക് ഓൺ വൺ ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10th ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ സ്റ്റക്കായി, ഏതാണെന്ന് കൺഫ്യൂഷൻ. ഓക്കെ, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ അടുത്തയിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെയല്ല ചെയ്യേണ്ട. ഇത് കണ്ടുപിടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. സമയം കിട്ടത്തില്ല അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നെ തോന്നുന്നതൊക്കെ എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ 30 സെക്കൻഡ്സിന് അപ്പുറത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വന്ന് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഏതാണോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഫൈൻ. ഇനി നോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. 100% ഷുവർ ആണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഫിനിഷ് വിത്തിൻ 10 മിനിറ്റ്സ്, മാക്സിമം 12 മിനിറ്റ്സ്. അപ്പൊ മാക്സിമം 12 മിനിറ്റ്സ് എടുത്ത് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് 3 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. റിലാക്സ് ചെയ്തിരിക്കുക. റീചെക്ക് ആൻസേഴ്സ്. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം റീചെക്ക് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OET ഒഫീഷ്യൽ സാമ്പിൾ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ ഒരു സാമ്പിൾ മെറ്റീരിയൽ നമുക്ക് ചെയ്യാൻ അവസരം തന്ന OETയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെല്ലുലൈറ്റിസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം റീസെന്റ് ആയിട്ട് അപ്ലോഡ് ആയിരിക്കുന്നത് ഈ സെല്ലുലൈറ്റിസ് ആണ്. ഓക്കെ, അപ്പോ എല്ലാരും റെഡി ആണോ? ഇപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടേ? റീഡിംഗ് പാർട്ട് എ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ടോപ്പിക് എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ടോപ്പിക് സെല്ലുലൈറ്റിസ് ആണ്. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ടോപ്പിക്കിന്റെ പേര് നോക്കിയാൽ, ഏത് മെറ്റീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സംഭവം ആണെങ്കിലും അത് റിലേറ്റഡ് ടു മെഡിക്കൽ ഫീൽഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസ് ആയിരിക്കും മിക്കപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് അതൊരു ഐഡിയ ഉണ്ടാവും. അപ്പം
ഫോർ എക്സാമ്പിൾ ഒരു കണ്ടീഷൻ തന്നു, പക്ഷെ നമുക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ അറിയില്ലെങ്കിൽ പോലും അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏത് ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ. അപ്പോ ഇവിടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിരിക്കുന്നത് സെല്ലുലൈറ്റിസ് ആണ്. അപ്പൊ ഈ ഐറ്റിസ് എന്ന് വന്നപ്പോ തന്നെ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നമുക്കറിയാം, ഓക്കെ, നമുക്കറിയാം ഇത് എന്താ പറയുന്നത്, ഒരു ഇൻഫെക്ഷൻ ആണെന്നും ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്നും ഒക്കെ ഉള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ. അപ്പോ അത് ഒരു വായിച്ച ഉടനെ നമ്മുടെ മൈൻഡിലേക്ക് വരിക. ഫൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെഡിങ്ങോ സബ് ഹെഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ടെക്സ്റ്റ് സ്കിം ചെയ്ത് പോവുക. അപ്പം ഈ സ്കിം ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടിച്ച് പോകുക. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. കാണുന്ന കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നേക്കാവുന്ന, എന്തെങ്കിലും ബാക്ടീരിയയുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പാർട്ടിന്റെ പേരോ അല്ലെങ്കിൽ ഡിവൈസിന്റെ നെയിമോ സിംറ്റംസിന്റെ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷന്റെ നെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാണുന്നത് മാത്രം, അല്ലാതെ ഇനി ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി പിടിച്ച് ഡിസീസ് കണ്ടീഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ടാസ്ക്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. പലരെയും നമ്മൾ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും, ഇതിനകത്ത് ഇതുണ്ടല്ലോ, ഞാൻ അത് നോക്കി, അല്ലെങ്കിൽ മോഡൽ വെർബ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ കോൺട്രാസ്റ്റ് വേണ്ട, അത് നോക്കി ഇത് നോക്കി എന്നൊക്കെ പറയും. ഇതെല്ലാം കണ്ടുപിടിക്കലല്ല നിങ്ങളുടെ പണി. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി അത് നിങ്ങൾ സ്കിം ചെയ്ത് കഴിഞ്ഞാൽ ഓടിച്ചു വായിക്കുക. ഓക്കെ, അത് 4 ടെക്സ്റ്റും കൂടി നിങ്ങൾക്ക് സ്കിം ചെയ്യാനുള്ള സമയം 2 മിനിറ്റ് ആണ്. അതായത് ഒരു ടെക്സ്റ്റ് സ്കിം ചെയ്യാൻ നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് വെറും 30 സെക്കൻഡ് ആണ്, അര മിനിറ്റ്. ഓക്കെ, ആ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ചിലരുണ്ട്, ഞാൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നവർ. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മീൻസ് ഇല്ലാന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, പക്ഷെ അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റ് എടുത്ത് ഒന്ന് വായിക്കേണ്ടി വരും. പിന്നെ ഈ 5 മിനിറ്റും കൊണ്ട് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ ഒരിക്കലും ആ മണ്ടത്തരത്തിന് നിൽക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്തു പോവാം. ആ 30 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്താൽ മതി. അടുത്ത ടെക്സ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ 30 സെക്കൻഡ് എങ്ങനെ നമ്മൾ ആ സമയം നോക്കി 30 സെക്കൻഡ് വെച്ച് ചെയ്യണോ? അല്ല, ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, 30 സെക്കൻഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയം മതി എനിക്കെന്നുള്ളത് നിങ്ങൾ ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്ത് അല്ലെങ്കിൽ അറിയാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടൈമറിൽ നോക്കിയിരിക്കരുത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ എക്സാമിന് പോകുമ്പോഴാണെങ്കിലും. കാര്യം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എന്താ ചില നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരെപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആണ് അബൌട്ട് ടൈം. അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ നോക്കി ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമയം കൂടുതൽ പോകത്തേ ഉള്ളൂ, നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഇനി ഈ ടെക്സ്റ്റ് സ്കിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? പെട്ടെന്ന് പറയാം, കൊടുക്കുക. നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് നിങ്ങളൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് പോവുകയാണ്, ആ ബുക്ക്ലെറ്റിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഫൈൻ, അപ്പൊ റെഡി ആണല്ലോ ചെയ്യാൻ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കും ടൈമർ വെക്കാം. നമുക്ക് നോക്കാം എങ്ങനെ എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഇതാണ്. 30 സെക്കൻഡ് സമയം നിങ്ങൾക്ക് സ്കിം ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾക്ക് തോന്നുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. കഴിഞ്ഞോ? അടുത്ത ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് ബി. ടെക്സ്റ്റ് ബിയിലും ഇതുപോലെ സ്കിം ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക, അതിനൊരു ഹെഡിങ് കൊടുക്കുക. എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം അതനുസരിച്ചൊരു ഹെഡിങ് കൊടുക്കുക.
ഓക്കെ, അടുത്ത ടെക്സ്റ്റ് സി. ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. ടേബിളിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. ഇതെല്ലാം എന്താണ് എന്നുള്ളത് മാത്രം നോക്കുക. എന്ത് ടൈപ്പ് മെഡിസിൻ ആണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നോക്കുക. ആവശ്യമില്ലാത്ത ഒന്നും അണ്ടർലൈൻ ചെയ്യണ്ട. ഫൈൻ. ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റിലേക്ക് പോവാം. ഇത്ര സമയം മതി. ഓക്കെ, ടെക്സ്റ്റ് ഡി, മാനേജ്മെന്റ് ഓഫ് ദി ലോക്കലി അഫക്റ്റഡ് ഏരിയ. ഇതിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കി, എന്തൊക്കെ കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വേർഡുകൾ മാത്രം നോക്കിയാൽ അത് തന്നെ ഇനഫാണ്. കാര്യം ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ വന്ന് നോക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങളുടെ 2 മിനിറ്റ് ആയി. ഇനി എന്താണ് നിങ്ങൾ കൊടുത്ത ഹെഡിങ് എന്നൊന്ന് പറയാവോ? ആരെങ്കിലും ഒരാൾ? Definition, classification, therapy management, treatment and management. ഫൈൻ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് കേട്ടോ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ സ്കിം ചെയ്തു. സ്കിം ദ ടെക്സ്റ്റ്, ഹൈലൈറ്റ് ദ ക്ലൂസ്. ഓക്കെ, എന്തൊക്കെ സ്കിം ചെയ്തു, ഹൈലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ സ്കിം ചെയ്യുന്നു: ടൈറ്റില്, സബ് ഹെഡിങ്, ഹെഡിങ്, നെയിം, നമ്പർ, പെർസെന്റേജ്, സീക്വൻഷ്യൽ എക്സ്പ്രഷൻ, ടൈം എക്സ്പ്രഷൻ, സ്കെയിൽ, അഡ്ജക്റ്റീവ്സ്, നെഗറ്റീവ് എക്സ്പ്രഷൻ. ഞാൻ പറഞ്ഞു ഇതെല്ലാം പോയി തപ്പിപ്പിടിച്ച് ഹൈലൈറ്റ് ചെയ്യാന്നല്ല, കാണുന്ന കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, അല്ലെങ്കിൽ സ്കിം ചെയ്ത കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ ആൻഡ് എറ്റിയോളജി. എന്താണ് എറ്റിയോളജി? എങ്ങനെയാണ് ഇത് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെല്ലുലൈറ്റിസ് എന്നൊരു വാക്കുണ്ടാവും, നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. അക്യൂട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെർമിസ്, അത് എവിടെയാണെന്നുള്ളത് ഇപ്പം ഡെർമിസ് ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ഇവിടെ പെയിൻഫുൾ, ഹോട്ട് സ്വെല്ലൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ദെൻ ഫീവർ, നോസിയ സിംറ്റംസ് ആണ് അല്ലെ, നെയിം ഓഫ് സിംറ്റം ആണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്, സ്റ്റെഫൈലോകോക്കസ്, കുറെ ബാക്ടീരിയയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബാക്ടീരിയയുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓടിച്ച് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബ്രാക്കറ്റിൽ വരുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ബ്രാക്കറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, എപ്പോഴും അതിനകത്തൊന്ന് ആൻസർ ഉണ്ടാവും എന്നല്ല അതിനർത്ഥം, പക്ഷെ മിക്കപ്പോഴും ആൻസേഴ്സ് വരും. ഓക്കെ, നിങ്ങൾ ഏതൊരു ഒഫീഷ്യൽ സാമ്പിൾ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയാലും ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ടേബിളിന്റെ അടിയിൽ വരുന്ന സംഭവങ്ങൾ, അതിനൊക്കെ ആ ടേബിളിന്റെ അടിയിൽ ഒരു ചെറിയ ലൈനായിട്ടൊക്കെ കൊടുത്തിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ മിക്കപ്പോഴും ആൻസേഴ്സ് വരാറുണ്ട്. നിങ്ങൾ ഒഫീഷ്യൽ സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സാമ്പിളും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത്. ഓക്കെ, ഇനി അടുത്ത ബോഡി പാർട്ടിന്റെ നെയിം പറഞ്ഞിട്ടുണ്ട്, ലെഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ ലിംഫെഡിമ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വീനെക്ടമി, മാസെക്ടമി, ഇങ്ങനെയൊക്കെയുള്ള സർജറിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, ഇനഫ്. അടുത്ത ടെക്സ്റ്റിലേക്ക് പോകുന്നു. സിവിയറിറ്റി ഓഫ് സെല്ലുലൈറ്റിസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഹെൽപ്പ് ടു അഡ്മിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സിവിയറിറ്റി ഓഫ് സെല്ലുലൈറ്റിസ് ഇവിടെ ഹെഡിങ് ഉണ്ട്, അത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ കൊടുക്കാം. നോ ഇഷ്യൂസ്. ഇനി ക്ലാസ് 1ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് 1 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ക്ലാസ് 2 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ക്ലാസ് 3 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ക്ലാസ് 4 ആണെങ്കിൽ എന്തായിരിക്കും. ഓക്കെ, ഇനി ഇൻ സസ്പെക്ടഡ് കേസസ് ഓഫ് സെല്ലുലൈറ്റിസ് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്, ഫേഷ്യൽ സെല്ലുലൈറ്റിസ് ഉള്ളവരുടെ അത് പറയുന്നുണ്ട്, അണ്ടർ 12 months. ഓക്കെ, നമ്പർ വന്നു, അവിടെ ടൈം പീരീഡ് വന്നു. ദെൻ ബ്രാക്കറ്റിൽ കിടക്കുന്ന DVT ഒക്കെ അബ്രീവിയേഷൻ വന്നു, അത് നോക്കുക. സെല്ലിങ്, ഓക്കെ, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ കണ്ടീഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, ഇനഫ്. ഇനി പെട്ടെന്ന് അടുത്തതിലോട്ട് പോവുക. ടെക്സ്റ്റ് സി വന്നു. സ്യൂട്ടബിൾ ഡ്രഗ് തെറാപ്പി ഫോർ ടിപ്പിക്കൽ സെല്ലുലൈറ്റിസും പറഞ്ഞിട്ടുണ്ട്, എറ്റിപ്പിക്കൽ സെല്ലുലൈറ്റിസും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മൊത്തം പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച്, എന്ത് മെഡിസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്?
ആന്റിബയോട്ടിക്സ് ആണ് അല്ലെ? ഓക്കെ, ഫ്ലൂക്കോസെൽസിലിൻ, സെഫ്ട്രിയാസോൺ, എഗെയിൻ ബെൻസൈൽ പെൻസിലിൻ, എല്ലാം ആന്റിബയോട്ടിക്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ റിസ്ക് ഫാക്ടറെ കുറിച്ച് പറഞ്ഞിട്ട് ഹ്യൂമൻ ബൈറ്റ്, കാറ്റ് ഓർ ഡോഗ് ബൈറ്റ്, എക്സ്പോസർ ടു ഫ്രഷ് വാട്ടർ അറ്റ് ദ സൈറ്റ് ഓഫ് സ്കിൻ ബ്രേക്ക്. ഓക്കെ, പിന്നെ അതിന്റെ കുറച്ച് മെഡിസിൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം റിഗാർഡിങ് ആന്റിബയോട്ടിക്സിന്റെ കാര്യമാണ്. മെട്രോണിഡസോള്, ക്ലാരിത്രോമൈസിൻ, ഓക്കെ, സിപ്രോഫ്ലോക്സാസിൻ, അപ്പം എല്ലാം ആന്റിബയോട്ടിക്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഡ്രഗ് തെറാപ്പിയാണ്. അപ്പം സ്യൂട്ടബിൾ ഡ്രഗ് തെറാപ്പി ഫോർ ടിപ്പിക്കൽ സെല്ലുലൈറ്റിസ് ആൻഡ് അറ്റിപ്പിക്കൽ സെല്ലുലൈറ്റിസ് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, അടുത്തത് നോക്കാം. ടെക്സ്റ്റ് ഡിയിൽ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് ലോക്കലി അഫക്റ്റഡ് ഏരിയ ആണ്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും അല്ലേ? ഇപ്പോൾ ഒരു റിസ്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിനകത്ത് വരുമായിരിക്കും. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാനേജ്മെന്റ് ചെയ്യണം, എങ്ങനെ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ എന്താ എലിവേറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രോ ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ബ്ലിസ്റ്ററിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ കംപ്രഷൻ ബാൻഡേജിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യം. അപ്പം ജസ്റ്റ് ഈ പ്രിസ്ക്രൈബ് അനാൽജസിയ, അങ്ങനെ അവോയ്ഡ് യൂസ് ഓഫ് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്, മോണിറ്റർ, എലിവേറ്റ്, ഗ്രോ, കണ്ടക്ട്, പ്രോ ആക്റ്റീവ് ഇങ്ങനെ ജസ്റ്റ് ഇത്രയും മാത്രം, ഈ ഒരു കുറച്ച് 2-3 വേർഡ്സ് മാത്രം നോക്കിപ്പോയത്. കാര്യം നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യന്റിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് നമുക്കറിയാം അല്ലെ? ഫൈൻ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡെഫിനിഷൻ ആൻഡ് ഇറ്റിയോളജി, സിവിയറിറ്റി ഓഫ് സെല്ലുലൈറ്റിസ്, ഡ്രഗ് തെറാപ്പി ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡിയാണോ? അപ്പൊ ഇവിടെ 1 തൊട്ട് 8 വരെയാണ് നമ്മുടെ ഏത് ടെക്സ്റ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ബേൺസ് ചെയ്തപ്പോൾ 1 to 5 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത ദിവസത്തെ ചെയ്തപ്പോൾ 1 to 6 ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്ന്. ഇതിനകത്ത് 1 to 8 ഈ ഇതുപോലെ ടെക്സ്റ്റ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഡിപ്പെൻസ് ആണ്. മാക്സിമം 8 ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതൽ വരത്തില്ല. അപ്പം ഇവിടെ 1 to 8 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏത് ടെക്സ്റ്റ് ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് ഒത്തിരി സമയം എടുക്കത്തില്ല. ജസ്റ്റ് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പോകത്തേ ഉള്ളൂ. റെഡി ആണല്ലോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 to 8 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ടൈം നിങ്ങൾ എടുക്കേണ്ടത് 2 minutes ആണ്. അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആൻസർ അവിടെ എഴുതിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന നിങ്ങളുടെ സീക്വൻസ് അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റിന്റെ ഫോക്കസിന്റെ ഒരു സിനോണിം ആയിരിക്കും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങളുടെ ഈ സീക്വൻസിനകത്തുള്ളത്. ഫൈൻ. ഈ വാക്കും ഇവിടെ ഉള്ള ഒരു കീവേഡും അതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ആൻസർ ചെയ്ത്. അപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, ട്രീറ്റ്മെന്റ് ഫോർ സെല്ലുലൈറ്റിസ് കോസ്ഡ് ബൈ ലെസ് കോമൺ ബാക്ടീരിയ. ആൻസർ നിങ്ങൾക്ക് എഴുതാം, പറയണമെന്നില്ല, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഫോർ സെല്ലുലൈറ്റിസ് കോസ്ഡ് ബൈ ലെസ് കോമൺ ബാക്ടീരിയ. ഏത് ടെക്സ്റ്റ് ആണെന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റീസൺ ഫോർ ഡ്രോയിങ് അറൌണ്ട് ദ ഏരിയ അഫക്റ്റഡ് ബൈ സെല്ലുലൈറ്റിസ്. റീസൺ ഫോർ ഡ്രോയിങ് around the area affected by cellulitis. അടുത്ത question, a system for determining where and how best to treat patients with cellulitis. System for determining where and how best to treat patients with cellulitis. ഏത് ടെക്സ്റ്റ് ആണെന്ന് എഴുതുക. അടുത്തത്, symptoms that may be experienced before the infection is visible. Symptoms that may be experienced before the infection is visible. എഴുതിയോ? Fifth one, equipment for ensuring the patient's legs are more comfortable in bed. Ensuring that പേഷ്യൻസ് എന്നുള്ള വാക്കിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് അല്ലെ? എക്യുപ്മെന്റ്സ് ഏതാണെന്ന് എഴുതുക, ഏത് ടെക്സ്റ്റ് ആണെന്ന് എഴുതുക. നോക്കി. Done. Sixth one, alternative medication for cellulitis patients who cannot tolerate one type of antibiotics. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് എഴുതാം. അടുത്ത 7th one, how to deal with the infection site after the swelling has begun to reduce. How to deal with the infection site after the swelling has begun to reduce. Next one,
who should be consulted regarding pharmacotherapy for cellulitis? Done. ഇനി നമുക്ക് നോക്കാം. First one. Treatment for cellulitis caused by less common bacteria. ഇവിടെ എന്താണ് നിങ്ങളുടെ കീവേഡ്? Treatment. ഏതുമായിട്ടാണ് റിലേറ്റഡ്? Medication. സി ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ. ഇനി a reason for drawing around the area affected by cellulitis. സെല്ലുലൈറ്റിസ് അഫക്റ്റഡ് ആയിരിക്കുന്ന ഏരിയക്ക് ചുറ്റും വരയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതെവിടെ പോവും? മാനേജ്മെന്റ്. ഡ്രഗ് തെറാപ്പി പോവോ? സിവിയോറിറ്റിയിൽ പോവോ? ക്ലാസിഫിക്കേഷനിലേക്ക്, ഡെഫിനിഷൻ ആൻഡ് ഇറ്റിയോളജിയിലേക്കും പോവില്ല. അപ്പൊ എപ്പോഴാണെന്ന് വെച്ചാല് ഡിയിലാണ്, അതായത് മാനേജ്മെന്റിലാണ്. അടുത്ത എ സിസ്റ്റം ഫോർ ഡിറ്റർമൈനിങ്. സിസ്റ്റം ഫോർ ഡിറ്റർമൈനിങ് എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്. അതനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ ട്രീറ്റ്മെന്റും മാനേജ്മെന്റും ഒക്കെ എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബിയിൽ. അപ്പോൾ ടെക്സ്റ്റ് ബി ആണ്. അപ്പൊ ആൻസർ ബി എന്ന് വരും. അടുത്ത സിംറ്റംസ്. സിംറ്റംസ് എവിടെയാണ് പറയുന്നത്? സിംറ്റംസ് ദാറ്റ് മേ ബി എക്സ്പീരിയൻസ് ബിഫോർ ദ ഇൻഫെക്ഷൻ ഇസ് വിസിബിൾ. അതായത് ഈ ഇൻഫെക്ഷൻ വിസിബിൾ ആവുന്നതിന് മുമ്പ് ഉണ്ടായേക്കാവുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇൻഫെക്ഷൻ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലെ? ഡ്രഗ് തെറാപ്പി, മാനേജ്മെന്റും സിവിയറിറ്റി നോക്കുന്നതും എല്ലാം. അപ്പൊ ഏതാണ് ആൻസർ വരിക? A. Good. Equipment for ensuring that patients' legs are more comfortable in bed. അപ്പം എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്? റിമെമ്പർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാ വരിക? മാനേജ്മെന്റ്. യെസ്, ഗുഡ്. അടുത്ത ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ. ഇവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഹു കനോട്ട് ടോളറേറ്റ് വൺ ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ്. ഒരു ടൈപ്പ് ആന്റിബയോട്ടിക്സ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ കൊടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ്? ഡ്രഗ് തെറാപ്പി. ഹൗ ടു ഡീൽ വിത്ത് ദ ഇൻഫെക്ഷൻ സൈറ്റ് ആഫ്റ്റർ ദ സ്വെല്ലിംഗ് ഹാസ് ബിഗൺ ടു റെഡ്യൂസ്. എങ്ങനെയാണ് നിങ്ങൾ ഇൻഫെക്ഷൻ സൈറ്റ് ഡീൽ വിത്ത് ഇൻഫെക്ഷൻ സൈറ്റ്? സോ അഗെയിൻ ഡീൽ ചെയ്യുന്ന കാര്യം വരുമ്പോൾ മാനേജ്മെന്റ്. യെസ്. അടുത്ത 8th വൺ. ഹൂ ഷുഡ് ബി കൺസൾട്ടഡ് റിഗാർഡിംഗ് ഫാർമക്കോതെറാപ്പി ഫോർ സെല്ലുലൈറ്റിസ്. ഫാർമക്കോതെറാപ്പിയുടെ വേർഡ് എന്താണ് ഇവിടെ ഉള്ളത്? ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? സെക്കൻഡ് വേണോ ഒന്നുകൂടി പറയോ? റീസൺ ഫോർ ഡ്രോയിങ് അറൌണ്ട് ദ ഏരിയ അഫക്റ്റഡ് ബൈ സെല്ലുലൈറ്റിസ്. എന്തിനാണ് നിങ്ങൾ സെല്ലുലൈറ്റിസ് വന്ന ഭാഗത്തിന് ചുറ്റും വരയ്ക്കുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നത്? യെസ്, അത് ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ. അത് എപ്പോഴാണ്? മാനേജ്മെന്റ് ടൈം ആണ്, അല്ലേ? അതായത് ഇങ്ങനെ വരച്ചിടും. ഇനി നമ്മൾ പേഷ്യനോട് ഇൻഫോം ചെയ്യും. ഇനി ഇതിൽ കൂടുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്യണം. അല്ലെങ്കിൽ അഡ്മിറ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ നോക്കും, അല്ലെ? നമ്മൾ മോണിറ്റർ ചെയ്യും. അപ്പൊ അത് എവിടെയാ വരുന്നത്? മാനേജ്മെന്റിലാണ്. ഡ്രഗ് തെറാപ്പിയിൽ വരില്ല, സിവിയറിറ്റിയിൽ വരില്ല, ഡെഫിനിഷനിൽ വരില്ല. എവിടെയാണ് വരുന്നത്? നമ്മുടെ മാനേജ്മെന്റ് ആണ് അതെല്ലാം. നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്താൽ മാത്രം മതി ഇത് കറക്റ്റ് ചെയ്യാൻ. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓരോ ടോപ്പിക്ക് കിട്ടുമ്പോഴും നിങ്ങളുടെ പേഷ്യന്റിനാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മലേഷ്, എന്താണ്? വാട്ട് ഈസ് യുവർ സ്കോർ? 8, madam. I got all right. യെസ്, ഗുഡ്. 8 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ വേറെ? Okay, good. Very good. Okay, good. Which is good. Fine. അടുത്തതിലോട്ട് നമുക്ക് പോവാം. Okay, good, good. Madam, how is C, madam? First one. Sorry? How is first one you have told C, no? How is it possible? Treatment for cellulitis caused by less common bacteria. Treatment for cellulitis caused by less common bacteria. It's C. I'll show you. See here. Sorry. Treatment for cellulitis caused by less common bacteria. Treatment means where? C only. C only. Then what is your doubt? Okay,
common bacteria. It's Bacteria it's telling less. Bacteria is written STL, that's why maybe. ഓക്കെ ഫൈൻ. സി, എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. നമ്മൾ അത്രയും എന്താ പറയുന്നത് ഈ ലെസ് കോമൺ ബാക്ടീരിയ എന്ന് ഒരിക്കലും നിങ്ങൾ കീവേഡ് എടുക്കരുത്. ഇവിടെ ട്രീറ്റ്മെന്റ് ഫോർ എന്നുള്ളതാണ്. അപ്പം എന്താണ് അവിടെ ഇമ്പോർട്ടന്റ്? ആ ട്രീറ്റ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി നോക്കേണ്ടത് ലെസ് കോമൺ ബാക്ടീരിയ എന്നുള്ളത്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ട്രീറ്റ്മെന്റ് ഫോർ സെല്ലുലൈറ്റിസ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഡ്രഗ് തെറാപ്പിയിലേട്ടേ പോകത്തുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ ഇത് കംപ്ലീറ്റ് പറഞ്ഞു തരുമ്പോൾ കഴിയുമ്പോൾ പറയാം കേട്ടോ. ഇസ് ഇറ്റ് ഓക്കെ? യാ. എന്തുകൊണ്ട് എ ആയില്ല എന്നുള്ളത് പറയാം. ഫൈൻ. അടുത്ത നോക്കാം. റെഡിയാണോ? 9 to 14. Only 6 questions in this part. Ready? So, ഓരോ ക്വസ്റ്റ്യനും എന്താ ഒരു 30 seconds മാക്സിമം, അതിനപ്പുറത്തേക്ക് ഒരിക്കലും എടുക്കരുത്. 4 minutes എന്ന് വെച്ചാൽ 3 minutes നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 3 to 4 minutes മാക്സിമം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Which antibiotic formulation is not suitable for treatment of cellulitis? Which antibiotic formulation is not suitable for treatment of cellulitis? അപ്പോ ഏതാണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സെല്ലുലൈറ്റിസ് എന്ന് നോക്കുക. ചെറിയൊരു കൺഫ്യൂഷൻ വരാം, പക്ഷെ അതിനകത്തൊരു ഒരു ടിപ്പ് ഉണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ചെറിയൊരു കൺഫ്യൂഷൻ വരാം, പക്ഷേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ആൻസർ എഴുതുക. Okay, 10th one. Which pre-existing weight-related condition would prompt a class 2 categorization? Class 2 categorization കണ്ടുപിടിക്കേണ്ടത് pre-existing weight-related condition. ഏതാണ് weight-related condition എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. Okay. വെയിറ്റ് റിലേറ്റഡ് കണ്ടീഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. കഴിഞ്ഞോ? Yeah. 11th one. What single dose of IV benzyl penicillin should be administered to a class 4 patient? ഏത് ടെക്സ്റ്റ് ആണെന്ന് നോക്കുക. ബെൻസൈൽ പെൻസിലിൻ. സിംഗിൾ ഡോസ് ഓഫ് IV ബെൻസൈൽ പെൻസിലിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അടുത്തത് 12th one. What may be impaired, okay, if anti-inflammatories are given to patients who take ACE inhibitors? എന്തിന് പ്രശ്നം വന്നേക്കാം? ഇമ്പയർ ആയേക്കാം. anti-inflammatories are given to patients who take ACE inhibitors. ACE inhibitors എടുക്കുന്നവർക്ക് anti-inflammatories കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയായിരിക്കാം പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ ഉള്ളത് ഏത് ടെക്സ്റ്റിലായിരിക്കും എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അവിടെ പോയി ACE inhibitors എന്നുള്ള വാക്ക് നോക്കുക, ആൻസർ എഴുതുക. എന്ത് ഇമ്പയർഡ് ആവും എന്നുള്ളത്. കഴിഞ്ഞോ? അടുത്ത 13th one. What is the single dose of oral flucloxacillin recommended for the least serious category of cellulitis? So again ചോദിച്ചിരിക്കുന്നത് ആന്റിബയോട്ടിക്സിനെ കുറിച്ചിട്ടാണ്. സിംഗിൾ ഡോസ് ഓഫ് ഓറൽ ഫ്ലൂക്ലോക്സാസിലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അടുത്തത്, what is the maximum single dose of IV clindamycin recommended for a patient with class 4 cellulitis? Maximum single dose of IV clindamycin.
സോ ഡോസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഫൈൻ, കഴിഞ്ഞല്ലോ. ഇനി ആൻസേഴ്സ് നോക്കാം. 9th one കഴിഞ്ഞാണോ? Yes. Okay. Yes, ma'am. Okay, fine, good. 9th one, which antibiotic formulation is not suitable for treatment of cellulitis? ഏത് ആന്റിബയോട്ടിക് ഫോർമുലേഷൻ ആണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സെല്ലുലൈറ്റിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രഗ് തെറാപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് സ്യൂട്ടബിൾ ഫോർ സെല്ലുലൈറ്റിസ് ആണ് അല്ലേ? സ്യൂട്ടബിൾ ഫോർ ടിപ്പിക്കൽ സെല്ലുലൈറ്റിസും സ്യൂട്ടബിൾ ഫോർ എറ്റിപ്പിക്കൽ സെല്ലുലൈറ്റിസും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് ടെക്സ്റ്റിലാണ് ഇത് വരിക? Text D. ടെക്സ്റ്റ് ഡി. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവോയ്ഡ് ദ യൂസ് ഓഫ് ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ആന്റിബയോട്ടിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് ആണ്. അപ്പം ടോപ്പിക്കൽ എന്നുള്ള ആൻസർ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അല്ലെ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദീസ് ആർ അൺസ്യൂട്ടബിൾ. അൺസ്യൂട്ടബിളിന് പകരം അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? Not suitable. അൺസ്യൂട്ടബിളിന് പകരം അവിടെ പറഞ്ഞിട്ടുണ്ട് നോട്ട് സ്യൂട്ടബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആന്റിബയോട്ടിക് ഫോർമുലേഷൻ which pre-existing weight related condition would prompt a class 2 categorization? ഏത് ടെക്സ്റ്റ് ആണ്? ക്ലാസ് 2 categorization. D. ഓക്കെ, Classification. നോക്കാം എവിടെയാണോ എന്ന്. യെസ്, ക്ലാസ് 2 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പോയി കണ്ടുപിടിച്ചു. ദ പേഴ്സൺ ഈസ് either systematically unwell or systematically well but with a comorbidity. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി ഓർ മോർബിഡ് ഒബേസിറ്റി വിച്ച് മേ കോംപ്ലിക്കേറ്റ് ഓർ ഡിലേ റിസൊല്യൂഷൻ ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് റിലേറ്റഡ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Morbid obesity. മോർബിഡ് ഒബേസിറ്റി. മോർബിഡ് ഒബേസിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ല. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സിംഗിൾ ഡോസ് ഓഫ് IV benzyl penicillin should be administered to a class 4 patient? എത്രയാണ് സിംഗിൾ ഡോസ് ഈ IV benzyl penicillinന്റെ സിംഗിൾ ഡോസ് ക്ലാസ് 4ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഏത് ടെക്സ്റ്റ് ആണ്? സി. അപ്പൊ എന്താണ് ആൻസർ? 2.4. 2.4. 24 hour live. 2.4 ഗ്രാം എന്ന് എഴുതണം. ജി എഴുതണം കേട്ടോ. ഡോസ് ചോദിക്കുമ്പോൾ ജി എഴുതിയില്ലെങ്കിൽ അത് എന്താ ചക്കയാണോ മാങ്ങയാണോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കത്തില്ല ഇതിങ്ങനെ എഴുതിയാൽ എന്താണ്. അപ്പൊ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും വരാം. അതുകൊണ്ട് 2.4 ഗ്രാം എന്നുള്ള ജി അവിടെ ജി എന്നാണ് തന്നിരിക്കുന്നത്. ജി അതുപോലെ എഴുതുക കേട്ടോ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. What may be impaired if anti-inflammatories are given to patients who take ACE inhibitors? ഇത് എവിടെ വരാം? ഏത് ടെക്സ്റ്റിൽ വരാം? D. Text D. എന്തുകൊണ്ട് സിയിൽ പോയില്ല? എന്തുകൊണ്ട് സിയിൽ പോയില്ല? Complication not mentioned. anti-inflammatories only antibiotics. ആന്റിബയോട്ടിക്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇവിടെ നോക്കിയേ. ടേക്ക് അക്കൗണ്ട് ഓഫ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഫോർ എക്സാമ്പിൾ, co-prescribing anti-inflammatories with ACE inhibitors or angiotensin receptor blockers may pose particular risk to renal function. അപ്പൊ ഇവിടെ എന്താ? ഇമ്പയർഡ് എന്നൊരു വാക്ക് വന്നു. ആ റിസ്കിന് പകരം അവിടെ ഇമ്പയർഡ് എന്നുള്ളൊരു സംഭവം വന്നു അല്ലേ? Renal function. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ സിംഗിൾ ഡോസ് ഓഫ് ഓറൽ ഫ്ലൂക്ലോസാസിലിൻ റെക്കമെൻഡഡ് ഫോർ ദ ലീസ്റ്റ് സീരിയസ് കാറ്റഗറി ഓഫ് സെല്ലുലൈറ്റിസ്? ഏതാണ് ടെക്സ്റ്റ്? സി. ഓക്കെ. ലീസ്റ്റ് സീരിയസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏതാ കാറ്റഗറി? Class 1. ക്ലാസ് 1. ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് 1 ആണ്. ഇനി എത്രയാണ് ഡോസ്?
500 500 milligram. Very good. Milligram. Then next one. What is the maximum single dose of IV clindamycin recommended for a patient with a class 4 cellulitis? Again, ഏതാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്? text. സി. എന്താണ് നിങ്ങളുടെ ആൻസർ? 1.2 class 4 1.2 ആണോ? ആർക്കെങ്കിലും വേറെ ആൻസർ ഉണ്ടോ? 1.2 അല്ലാതെ ഉറപ്പാണ് 1.2 ആണെന്ന്. എന്തുകൊണ്ട് 1.2 വന്നു? 600. മാക്സിമം. യെസ്, ഇവിടെ 600 mg to 1.2 gram എന്ന് പറഞ്ഞു. 600 എന്ന് പറഞ്ഞാൽ മിനിമവും 1.2 എന്ന് പറഞ്ഞാൽ മാക്സിമവും ആണ്. അതുകൊണ്ടാണ് 1.2 gram ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത Fine. പാർട്ടിലേക്ക് പോവാം. Yes, ma'am. 15 to 20 ആണ് നിങ്ങൾക്ക് അടുത്ത. വീണ്ടും എഗെയിൻ 6 questions കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. സോ 15 to 20 എഗെയിൻ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു 4 minutesനുള്ളിൽ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. സോ 15 to 1. It may be necessary to carry out of dash blisters caused by cellulitis. May be necessary to carry out of dash blisters caused by cellulitis. ടെക്സ്റ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പർട്ടിക്കുലർ ടെക്സ്റ്റിൽ പോയി ആൻസർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. കഴിഞ്ഞോ? Yes, ma'am. Good. ഇനി 16 to 1. When prescribing anti-inflammatories, dash may be used as an alternative to ibuprofen. When prescribing anti-inflammatories പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇബുപ്രോഫിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്ത് മെഡിസിൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ആൻസർ എഴുതുക. കഴിഞ്ഞോ? കഴിഞ്ഞു, ma'am. Okay. അടുത്ത 17 to 1. A patient may have been exposed to infection by swimming in surface water or dash using. അപ്പോൾ ഇൻഫെക്ഷൻ എക്സ്പോസ് ആവുന്നത് സ്വിമ്മിങ്ങിലൂടെ പിന്നെ എന്തോ ഒരു സംഭവം യൂസ് ചെയ്യുന്നതും കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യൂസ് ചെയ്യുന്ന സംഭവം എന്താണെന്നാണ് നിങ്ങൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം എന്താണ് ആൻസർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. കഴിഞ്ഞോ? Eighteenth question. Conditions such as dash or even metastatic cancer may be mistaken for cellulitis. മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറും അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനും, ആ കണ്ടീഷനാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. അതും സെല്ലുലൈറ്റിസ് ആണെന്ന് ചിലപ്പോൾ തെറ്റായിട്ട് വിചാരിച്ചേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിനോടൊപ്പമുള്ള മറ്റൊരു കണ്ടീഷൻ എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഓക്കെ, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിനോടൊപ്പമുള്ള കണ്ടീഷൻ ഏതാണ്, ലൈറ്റിസ് പോലെ തോന്നുന്ന കണ്ടീഷൻ ഏതാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ട കേട്ടോ. കഴിഞ്ഞോ? എന്താത്തെ? കഴിഞ്ഞു, ma'am. Okay, 19th one. Patients with exacerbating cellulitis, a compromised immune system, and those with dash should be hospitalized. അതായത് സെല്ലുലൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ടുള്ള ആൾക്കാരിൽ, ആൻഡ് ദോസ് വിത്ത് വേറെന്തോ ഒരു സംഭവം കൂടി എഴുതാനുണ്ട്, ഷുഡ് ബി ഹോസ്പിറ്റലൈസ്ഡ്. പിന്നെ എന്തോ ഒരു കണ്ടീഷനും കൂടി. അപ്പം ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാരെ ഉറപ്പായിട്ടും ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറയുവാണ്. ഓക്കെ, അതെന്താണ് ആ പെർട്ടിക്കുലർ വേർഡ് എന്നുള്ളത് അവിടെ ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. Last question. Patients suffering from dash can experience repeat episodes of cellulitis.
പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഡാഷ് ക്യാൻ എക്സ്പീരിയൻസ് റിപ്പീറ്റ് എപ്പിസോഡ്സ് ഓഫ് സെല്ലുലൈറ്റിസ്. എന്തോ ഒരു അസുഖത്താൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് റിപ്പീറ്റ് എപ്പിസോഡ് ഓഫ് സെല്ലുലൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫിനിഷ്ഡ്? Yes, ma'am. ഓക്കെ, എല്ലാരും കഴിഞ്ഞോ? Yes, ma'am. നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 12 minutes 23 seconds ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉറപ്പായിട്ട് 3 മിനിറ്റ് സമയം ഉണ്ട് അല്ലേ? അതിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ആൻസർ കണ്ടുപിടിക്കാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാം, എല്ലാം. ഓക്കെ, നമുക്കിപ്പം ആൻസർ ചെക്ക് ചെയ്യാം. പോവാം ആൻസറിലേക്ക്. റെഡിയാണോ? Yes, ma'am. Yes, Mm. ma'am. Okay. It may be necessary to carry out of dash blisters caused by cellulitis. എന്താണ്? Aseptic aspiration. Aseptic aspiration. Aseptic aspiration. Conduct proactive management of blistering including എന്താണ് പറഞ്ഞിരിക്കുന്നത്? Aseptic aspiration, but if in doubt seek specialist advice. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സ്പെഷ്യൽ അഡ്വൈസ് ചെയ്യുക. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടക്ട് പ്രൊആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ബ്ലിസ്റ്ററിങ്. ബ്ലിസ്റ്റേഴ്സ് ഇറ്റ് മേ ബി നെസസറി ടു ക്യാരി ഔട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കാണാൻ പറ്റുന്നില്ല, സോറി. അടുത്തത്, when prescribing anti-inflammatories, dash may be used as an alternative to ibuprofen. അപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇബുപ്രോഫിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ടെക്സ്റ്റ്? ടെക്സ്റ്റ് ഡി പോവുക. ഡി, യെസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? റിവ്യൂ ദ അപ്രോപ്രിയേറ്റ്നസ് ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആൻഡ് ഇഫ് ഇനിഷിയേറ്റിംഗ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി ഈസ് ഒബ്ലിഗേറ്ററി യൂസ് ഇബുപ്രോഫിൻ. അപ്പം ഇബുപ്രോഫിൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർ നാപ്രോക്സിൻ. അപ്പൊ ഇബുപ്രോഫിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഏതാണുള്ളത്? നാപ്രോക്സിൻ. സ്പെല്ലിംഗ് എല്ലാം നോക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് മേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ബൈ സ്വിമ്മിംഗ് ഇൻ സർഫസ് വാട്ടർ ഓർ ഡാഷ് യൂസിങ്. ഏത് ടെക്സ്റ്റ് ആണ്? Text A. ഓക്കെ, ടെക്സ്റ്റ് എ. എന്താണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കുറെ ബാക്ടീരിയാസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ എറോമോണസ് ഹൈഡ്രോഫീലിയ കോസ്ഡ് ബൈ എക്സ്പോസർ ടു ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മെമേലിയൻ ബൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എക്സ്പോസർ ടു സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പോസർ ടു സോൾട്ട് വാട്ടർ എന്താണ്? അത് കഴിഞ്ഞിട്ട് സ്യൂഡോമോണസ് ഒറിഗിനോസ പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? കോസ്ഡ് ബൈ ഹോട്ട് ടബ്സ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എ പേഷ്യന്റ് മേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ബൈ സ്വിമ്മിംഗ് ഇൻ സർഫസ് വാട്ടർ ഓർ Hot tubs. യെസ്, ഹോട്ട് ടബ്സ്. ഡൗട്ട് ഉണ്ടോ? മാം, ഞാൻ ഹോട്ട് വാട്ടർ ആ മാം എഴുതിയത്, അല്ല സോൾട്ട് വാട്ടർ. യൂസിങ് എന്നാ ചോദിച്ചിരിക്കുന്നത്. യൂസിങ് സോൾട്ട് വാട്ടർ എന്നാണോ? അത് എക്സ്പോസർ ടു സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ്ങിന്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് യൂസ് ചെയ്യുമ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മാം, ബൈ യൂസ് ഓഫ് ഹോട്ട് ടബ്സ് അല്ലേ മാം? യെസ്, ഹോട്ട് ടബ്സ്. അടുത്തത്, കണ്ടീഷൻ സച്ചസ് ഡാഷ് ഓർ ഈവൻ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ മേ ബി മിസ്റ്റേക്കൺ ഫോർ സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഏത് ടെക്സ്റ്റ് ആണ്? എന്താണ് കണ്ടീഷൻ? DVT. DVT എന്ന് എഴുതാം, ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് എഴുതാം. രണ്ടും ഏതെഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ നോട്ട് ദാറ്റ് മെനി അതർ കോമൺ കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് DVT ഷെയർ ദ സെയിം സിംറ്റംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? യൂണിലാറ്ററൽ റെഡ്നസും സ്വെല്ലിങ്ങും അത് സെല്ലുലൈറ്റിസിന്റെ സിംറ്റം ആണ്. ആസ് സെല്ലുലൈറ്റിസ് ദ സെയിം ഈസ് ഓൾസോ ട്രൂ ഫോർ റെയർ സീരിയസ് കണ്ടീഷൻ സച്ച് as മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. Okay, very good. Next one, patients with exacerbating cellulitis, a compromised immune system, and those with dash should be hospitalized. ഏതാണ് ടെക്സ്റ്റ് വരിക? Text D. ടെക്സ്റ്റ് ബി. എന്താണ് ആൻസർ? In addition, anyone
who is immunocompromised. Immunocompromised വരെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? A compromised immune system. ഉണ്ടോ? ആൻഡ് ദോസ് വിത്ത് കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം കഴിഞ്ഞു കോമ ഇട്ടു ഹാസ് ഫേഷ്യൽ സെല്ലുലൈറ്റിസ്. ഈ രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർ എൽഡർലി ഫ്രെയിൽ ഓർ സെല്ലുലൈറ്റിസ് ഇസ് റാപ്പിഡ്ലി ഡിറ്റീരിയോറേറ്റിംഗ് എന്ന് പറഞ്ഞാല് എന്താണ് മീനിങ്? എക്സസർബേറ്റിങ്ങിന് പകരം പറഞ്ഞിരിക്കുവാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Patient suffering from dash can experience repeat episode of cellulitis. Text A. Text A. A. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റിപ്പീറ്റ് എപ്പിസോഡ് ഓഫ് സെല്ലുലൈറ്റിസിന് പകരം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? Recurrent cellulitis. Recurrent cellulitis. Recurrent cellulitis is more common in people who have chronic lymphedema. അപ്പൊ എന്താണ് നിങ്ങളുടെ ആൻസർ വരിക? Chronic lymphedema. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോഴേ കുറെ പേരങ്ങ് ഇറങ്ങിപ്പോയല്ലോ. ഇതാണ് എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ്. ഓക്കെ ഫൈൻ. അപ്പോൾ ക്രോണിക് ലിംഫെഡിമയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് സിനോണിംസും സിനോണിമസ് ലാംഗ്വേജും കാണിക്കാം. ലെസ് കോമൺ ഡ്രോയിങ്, അതിന് വരെ ഇവിടെ മാർക്ക്ഡ് പറഞ്ഞിട്ടുണ്ട്. ഡീൽ വിത്ത് ഇൻഫെക്ഷൻ, മാനേജ്മെന്റ്, ഫാർമക്കോതെറാപ്പി, ഡ്രഗ് തെറാപ്പി, നോട്ട് സ്യൂട്ടബിൾ, അവോയ്ഡ്, കോമോർബിഡിറ്റി, പ്രീ എക്സിസ്റ്റിംഗ്, ഹാസ് വിത്ത് എക്സാസർബേറ്റിംഗ്, റാപ്പിഡ്ലി ഡിറ്റീരിയോറേറ്റിംഗ്. ദെൻ പാരാഫ്രൈസ്ഡ് സെന്റൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അധികം പറയുന്നില്ല, ബിക്കോസ് ഇതെല്ലാം ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കാണാതെ പഠിക്കും, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ we are more powerful when we empower each other. Appam, thank you.